ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വൈകുന്നേരം എനിക്ക് പെട്ടെന്ന് തലവേദന, അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്ത് പുറത്തു പോകാട്ടോ. പിന്നെ ഷാരോണിൻ്റെ ഹോട്ടലിൽ അവരുടെ സ്റ്റാഫ് പാർട്ടി ഉണ്ട്, അപ്പോൾ അതിനുള്ള കുറച്ച് ഡ്രസ്സും കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു പോവാം. ബ്ലാക്ക് ആൻഡ് റെഡ് ആട്ടോ അവരുടെ തീം. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി കുറേ ഷോപ്പിലൊക്കെ നോക്കി, ഒന്നും കിട്ടിയില്ല. ഞാൻ സ്പൈഡർമാനായിട്ട് പോയത്. അത് ബ്ലൂ, റെഡ് ആൻഡ് ബ്ലൂ. ബാറ്റ്മാൻ ജെട്ടി കുർത്തറുണ്ട്. ഡാഗിന് റെഡ് മാത്രമല്ലേ, റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ. അല്ല ട്രാക്കുള, അത് തട്ടിപ്പൊളി. ട്രാക്കുള ബ്ലാക്ക് ആൻഡ് റെഡ് അല്ലേ, അപ്പോൾ അറിയില്ല കേട്ടോ. ഞാൻ അത് പോയി നിഞ്ച, പിന്നെ BTS അങ്ങനെ കുറേ നോക്കുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ കിട്ടാനില്ല, അതാ പ്രശ്നം. അതെ, കുന്നംകുളം അതൊന്നും എടുത്തിട്ടാ. ഷാരോൺ ചാവി എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അത് നോക്കണം. പിന്നെ ചുമ്മാ ഫ്രൈഡേ ആണ് ഇന്ന്, അപ്പോൾ നാളെ ഞങ്ങൾക്ക് ഓഫല്ലേ. സോ നമ്മൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയ. ഇനി നമുക്ക് ഇങ്ങനെ ഓരോരോ കടയിൽ കയറി ചോദിച്ച് പോവാം. ഇല്ല, നീ പറഞ്ഞോ. ഡോൻ്റെ ചായ കുടിക്കാനിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഞങ്ങൾ വന്ന് ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. ഇവൻ്റെ എന്തോ ഒരു പ്രത്യേകതരം കൈപ്പുണ്യാണ് സുഹേലിൻ്റെ. നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം. ഷാരോണാണ് അവിടുത്തെ കാക്കയുടെ അടുത്ത് പോയിട്ടോ. കാക്കാൻ്റെ പട്ടിക്കുഞ്ഞ്, ഇത് പട്ടിയല്ലല്ലോ, ഇത് സിംഹമല്ലേ. കാക്ക അതുപോലെ അതെന്ത് പട്ടിയത്? സിംഹത്തിന്റെ ഷേപ്പ് ഉള്ള, പക്ഷെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. സിംഹത്തിന്റെ ഷേപ്പും പട്ടിയുടെ കുറയ്ക്കില്ല. ഇതെന്താ ഇത്? ഈ സിംഹം കുറെ നിർത്തുന്നു. ഇത് നടന്നു പോവോ? നടക്കും. പക്ഷെ അതൊരു കാലത്ത് കുടുങ്ങിയുണ്ടോ ഇത്. കൂലിയെ പോലെ തന്നെ അരപ്പൊട്ടന. ഇത് നിൽക്കുന്നില്ല. ഇതെവിടെയാ? അവിടെ നിർത്തും. എന്ത് സിംഹം അത്? സിംഹത്തിന്റെ ഷേപ്പ് പട്ടി കറിക്കുന്നത്. എന്താ അത്? ജട കണ്ടില്ലേ മുടിയില്? ഏത് പട്ടിയാ ഉള്ള? അത് ഫുള്ള് പൂടെ കാണും ദേഹത്ത്. മറ്റേ പട്ടിക്ക് ഇത് മറ്റേ പൂച്ചയുടെ തലയിൽ കൊണ്ട് ജട വെച്ച്, അല്ല പട്ടിയുടെ തലയിൽ കൊണ്ട് ജട വെച്ചു കൊടുത്തേക്കുക. തമിഴ്നാട് സിംഹം റെയറാണ്. ഇപ്പോഴല്ലേ കാര്യം വരുന്നത്, നിങ്ങളുടെ കടയിൽ ഒരു സാധനം വിറ്റ് പോകുന്നത്. ഇങ്ങനത്തെ പ്രൊഡക്റ്റ് എടുത്ത് വെച്ചേ. പിന്നെ ഇന്നലെ വന്നിടത്ത് വന്നു കേട്ടോ ത്രെഡ് മേടിക്കാനായിട്ട്. ഇന്നലെ ഞാൻ എടുത്തിട്ട് പോയി, പക്ഷെ തികഞ്ഞില്ല. പിന്നെ വന്നു നോക്കാനായിട്ട് വന്ന കേട്ടോ. ഒരു പാകിസ്ഥാനി കുർത്ത പോലെ. അപ്പം നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല. ഞാൻ 1-2 ക്രോഷയുടെ സാധനം മേടിച്ചിട്ട് പോകുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി എവിടെ പോകുന്നത്? ലുലുലാണോ പോകുന്നത്? ഈ പെട്ടെന്ന് ലുലു എന്ന് പറയുമ്പോൾ ഇല്ലേ, ലുലു അങ്ങനെ വരും. ലുലു നമ്മൾ ലുലു പെട്ടെന്ന് എൻ്റെ എല്ലാ വീട്ടിലുണ്ട്. നമ്മൾ ലുലു പോകാന്ന് പറയും. ഇനി നമ്മൾ ലുലു പോവാട്ടോ. ലുലുവിൽ പോയിട്ട് നാക്ക് പഠിക്കണം, അതുകൂടെ മേടിക്കണം കെട്ട് മാറാനായിട്ട്. ഷാരോണ് കിട്ടിയില്ല ഡ്രസ്സ്, അപ്പം അത് കിട്ടാനായിട്ട് കുറച്ച് പാടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ലുലുവിൽ പോവാം.
അത് വേണം അങ്ങനെ. പാട് ഷാൻ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. ആര് പറഞ്ഞു? ബൗസാമി നന്നായിട്ട് പാട്ട് പാടും. നൃത്തമൊക്കെ ചെയ്തിട്ട് നൃത്തമൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങള്. ഭവിഷ്യമി അത് ശരി പാട്ടൊക്കെ പാടും, ക്ഷേത്രത്തിൽ നൃത്തമൊക്കെ ചെയ്യും. പക്ഷെ രണ്ടെണ്ണം അടിക്കണം. കട്ടില്ല, ഇത് മറ്റേ കട്ടില്ലാതെ മറ്റേ ലൈവ് ആണ്. ആകപ്പാടെ നിനക്കുള്ളത് 7 subscribers ആണ്. അത് 7-9 നിന്റെ കുടുംബക്കാര്. എന്നിട്ട് നീ ഇതെല്ലാം കൂടെ പിന്നെ കുഴപ്പമില്ല. ഏഹ് അവിടെ അത് പുതിയൊരു ബൺസ് പുതിയൊരു ഷോപ്പ് വന്നു. ബണ്ണിന്റെ കട. ബണ്ണ് എടുക്കും അങ്ങോട്ട്. KFC മേടിക്കുന്ന ബണ്ണുകളൊന്നും നമ്മൾ കഴിക്കാറില്ല. അതിവിടെ കൊണ്ട് കൊടുത്തെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്. മറ്റേ ബൺ മസ്ക് പോലത്തെ കടയായി. നീ അവിടെ കയറിയിട്ട് ഒരു ബൺ മസ്ക് റാണി ചായോ റാണി ചായ കിട്ടി. ഞാൻ വീട്ടിൽ കാണും. ഇനി നമ്മള് ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ ഷോപ്പിലൂടെ പേരറിയില്ല, നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം. ഷാരോൺ പാട്ട് പാടാം. ഏത്? ഒരു പാട്ട് പഠിച്ചിട്ട് പാടാം. ഇവിടെ ഷാരോന്റെ ഒരു അടിപൊളി പാട്ട് കമ്മിങ് ആണ്. അതോടുകൂടി ഞാൻ പാടുന്ന ഒരേ ഒരു പാട്ടാണ്. വേണ്ട ഏത് പാട്ടാണ്? എവിടെ പരിപാടി? എന്തേലും എനിക്കിട്ടുള്ള താങ്ങായി. ഞാൻ ഒരേ ഒരു പാട്ട് ഇതിലും പാടാണ്. ഏത് പാട്ടായിരിക്കും? എനിക്കറിയില്ല. മലയിൽ നിന്ന് അതൊക്കെ എനിക്ക്. അപ്പോ ഷോപ്പ് എത്തിട്ടോ. ഷേപ്സ് അല്ലേ? ഷേപ്പ് ആണ്. അല്ല അതെ, ഷേപ്സ് അല്ല, നോക്കാം. അവിടെ കൂടെ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും കിട്ടണമെന്ന് ഇങ്ങനെ നോക്കുന്നു. അത് വെറൈറ്റി ആയിരിക്കും. ബ്ലാക്ക് മുണ്ട്. ബ്ലാക്ക് അല്ല, റെഡ് അല്ലേ? റെഡ് നേരത്തെ പ്ലാൻ ചെയ്യണം. നിന്നോട് ഒരു മാസമായിട്ട് പറയണം. ബ്ലാക്ക് ഇത് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഓരോ ദിവസം ഓരോന്നല്ലേ വേണ്ടത്. ഇന്ത്യൻ ഔട്ട്ഫിറ്റ്, പിന്നെ ചൈനയിലേക്ക് പോകുന്നു, പിന്നെ ജാപ്പനീസിലേക്ക് പോകുന്നു. ഇപ്പൊ ഷായി പാപ്പനെ വേണം. ഇങ്ങനെ ചെന്ന് നോക്കാട്ടോ. അവിടെ ഷോപ്പിലായിട്ട് നമ്മൾ വന്നേ, നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമോന്ന്. പക്ഷെ ഇവിടെ വേറൊരു ഷോപ്പ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കാണുന്നില്ല എവിടെയാണ്. കിട്ടില്ല കേട്ടോ. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് ഈ അവസരത്തിൽ പറയാനുള്ളത്? പാപി ചിത്രനിറം പാതാളോ? നമ്മൾ ടോമിയം നമ്മൾ പോകുന്നു. ഇതിന്റെ ഇതിലെ പോണം. എന്നാ പുറത്തൂടെ കറങ്ങി. സോറി, ടോമിയം അപ്പുറത്തായിരുന്നു ഗൈസ്. അവിടെ മഴയുണ്ട്, അല്ല സോറി വഴിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡിബേലെ മഗ്ഡി. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് മഗ്ഡി. ഷാരോൺ ലൈക്സ്. ഇറ്റ്സ് ഓക്കേ. ബൈ ബൈ. പുള്ളി നോക്കുന്നു. ഐ ഡോണ്ട് നോ ഗൈസ്. ഞാൻ UAE ആദ്യം ഇത് മഗ്ഡി ഞാൻ നാട്ടിൽ നിന്ന് പോലും കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ UAE വന്നപ്പോഴാണ് അന്ന് UAE മീൻസ് അത്രയും ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന അന്ന്. അത് 4 വർഷം മുമ്പത്തെ കഥയാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറി അത്രയും യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് ആദ്യം കഴിക്കുന്നത് മഗ്ഡിയാണ്. അത് കഴിഞ്ഞപ്പം പിന്നെ കുറേ കപ്പ് ബോട്ടിലൊക്കെ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുള്ള് വൊമിറ്റ് ചെയ്ത് എന്താ പറയുക, അങ്ങനെ ഭയങ്കര ടയേർഡായി. അപ്പോൾ തൊട്ട് നമ്മൾ ഈ ചില ഫുഡുകൾ കാണുമ്പോൾ നമുക്കങ്ങനെ ഒരു താല്പര്യം വരുമല്ലോ. പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാരണം നാട്ടിലൊന്നും നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ അത് കഴിക്കണം, അത് എന്താണെന്ന് അറിയണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് പോയി. പക്ഷേ മഗ്ഡിയിൽ ഐസ്ക്രീം എനിക്കിഷ്ടമാണ്. പിന്നെന്താ അങ്ങനെ പക്ഷെ ഗതികേട്ട് വിശന്ന് കഴിഞ്ഞാൽ കഴിക്കും. പക്ഷെ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കില്ല, അത്രേ ഉള്ളൂ. ഇവിടെ കുറേ പുതിയ ഷോപ്പൊക്കെ വന്നു. ഹാല ഷവർമ, പിന്നെ ടോമിയം, അങ്ങനെ പിന്നെ എന്താ ലഫാറ്റ് WRQ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാല ഷവർമയുണ്ട്, ടോമിയം ഉണ്ട്. ഇവിടെ സ്റ്റാർബക്സ്, അവിടെ മഗ്ഡി. അതിൻ്റെ അകത്ത് വീട്ടിൽ നിന്ന് കാപ്പിപ്പൊടി കലക്കിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഹാല ഷവർമ, ലാസ്റ്റ് ടോമിയം.
ഇല്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു. ആദ്യമായിട്ട് ഒന്ന് വന്നിട്ട് ഏതോ ഒരിടത്തിന് എന്തോ കഴിച്ചു. ടോമിയമ്മിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ തായ്ലൻഡോ എന്തായാലും എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഞാൻ അതിനെപ്പറ്റി ചോദിച്ച് പഠിക്കട്ടെ. പക്ഷെ മെനു പഠിച്ചോണ്ടിരിക്കും കേട്ടോ. എന്തൊക്കെയുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ ടോമിയമ്മിൽ വരുന്നത്. അല്ല മുമ്പ് വന്നിട്ടുണ്ടോ ടോമിയം എവിടെ? ദുബായ്. ദുബായിൽ മറ്റേ ഉണക്കറൊട്ടിയും മറ്റേ പെപ്സിയും കുടിച്ചു. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇഷ്ടം കേട്ടോ. ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തിൻ്റെയും ഫുഡ് പുള്ളി കഴിക്കും. പക്ഷേ ഇങ്ങനെയുണ്ടല്ലോ, ക്യാമറ ഓണാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലോകത്തില്ലാത്ത ഡയലോഗാണ് വരുന്നത്. ഇല്ല, നിനക്ക് മറ്റേ ഹോട്ടലിൽ പരിപാടിയാണെന്ന് മറ്റേ പുള്ളിക്കാരത്ത് മറ്റേ ഇത് കൂടി പപ്പായ സാലഡോ പിന്നെ മറ്റേ മാംഗോ റൈസോ. എടാ മാംഗോ റൈസ് ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ മാംഗോ. അത് തായ്ലാൻഡിന്റെ അല്ലേ? ഈ മാങ്ങ റൈസ്, ഈ പഴുത്ത മാങ്ങയോ മറ്റേ സ്റ്റിക്കി റൈസ്. ഒന്നും കഴിക്കുന്നില്ലേ? അന്ന് ഞാൻ കഴിച്ചോട്ടെ. മാംഗോ സ്റ്റിക്കി റൈസ് ഇഷ്ടമാണോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ ജീവിതത്തിൽ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാറില്ല. കാരണം റിസ്ക് എടുക്കാൻ ഞാൻ എപ്പോഴും ഭയങ്കര സൂപ്പ്. അത് അതിൽ പിന്നെ സ്ക്വിഡ് ആയിരിക്കുമല്ലോ. ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഒന്ന് ട്രൈ ചെയ്താലോ? കഴിക്കുമോ? ഞാൻ റൈസ് മാംഗോ പിന്നെ എന്തോ ഒരു ഇതുണ്ട് മറ്റേ എന്നാ തേങ്ങയായിട്ട് കോക്കനട്ട് മിൽക്കോ അങ്ങനെ എന്തോ ഇടം കൂടെ വരുന്നുണ്ട്. അറിയില്ല, അതാ പേടി. ഞാൻ ഉണ്ടല്ലോ ചില ഫുഡുകൾ എനിക്ക് പേടിയാണ് ട്രൈ ചെയ്യാനായിട്ട്. കഴിക്കുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അതാണ് ഇവരുടെ ഹൈലൈറ്റ്. ആക്ച്വലി ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ വന്ന സമയത്ത് ഇവിടെ മഗ്ഡിയും സ്റ്റാർബക്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഞാൻ വന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് ഞാൻ വന്നു കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ മഗ്ഡിയും സ്റ്റാർബക്സും വന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ ഫുള്ള് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കടകളെല്ലാം വന്നു. ഭയങ്കരമായിട്ട് വളർന്ന് പന്തലിച്ചോണ്ടേ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ സ്ഥലം കാണുള്ളൂ മറ്റേ ദുബായ് പോലെ ആവുമ്പോൾ. എടാ മറ്റേ സാധനം ചീറ്റോസിനകത്ത് അവിടെ അഡ്വർടൈസ്മെന്റ് കണ്ടോ? ചീറ്റോസിനകത്ത് മറ്റേ ചീസൊക്കെ ഒഴിച്ച് നമ്മളവിടെ സൂപ്പ് ഓർഡർ ചെയ്യാണ്. ടോമിയമ്മിൻ്റെ സ്പെഷ്യൽ സൂപ്പ് കേട്ടോ. അതവരുടെ സിഗ്നേച്ചർ ഐറ്റം. പുള്ളി അത് ട്രൈ ചെയ്യുക. പുള്ളി ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. നൈസാ. നീ ഇങ്ങനെ ഇരിക്കില്ലേ? തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട് പുറത്താക്കി വൈബ് അടിച്ചിരുന്നതാണ്. പക്ഷെ ഇതിപ്പോൾ തന്നെ വേഗം കുടിക്കണം, ഇല്ലെങ്കിൽ തണുത്ത് പോകും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ? ഒരു നാട്ടിലെ അമ്മമാരൊക്കെ മീൻകറിയിൽ മാങ്ങ ഇട്ടൊക്കെ വെച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു അങ്കമാലി മാങ്ങാക്കറി അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ തണുപ്പത്ത് നല്ല രസമുണ്ട് കുടിക്കാനായിട്ട്. നമ്മൾ മീഡിയം സ്പൈസി ആട്ടോ പറഞ്ഞേ, അതുകൊണ്ട് ഒരു സ്പൈസ് കുറച്ചു. അല്ലെങ്കിൽ ഇറ്റ്സ് നൈസ്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് ടോമിയമ്മിൻ്റെ സൂപ്പ്. എന്ത് സൂപ്പാ? ടോമിയമ്മിൻ്റെ ഒരു സ്പെസിഫിക് സാധനം, സിഗ്നേച്ചർ ഐറ്റം. അത് കൊള്ളാട്ടോ, അടിപൊളിയായി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഓർഡർ ചെയ്തത്? ഇത് ഷ്രിംസിൻ്റെ മറ്റേ ഫ്രൈഡ് റൈസ്. ഇതെല്ലാം ഒരു തായ്ലാൻഡ് ടച്ചിലുള്ള ഐറ്റംസ് ആട്ടോ. എനിക്കറിയില്ല കേട്ടോ ഇതായിരുന്നെന്ന്. സോറി. അതെ, ഈ ഭയങ്കര ലുക്കായിട്ട്
ഇത്തിരി കടിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. എന്താ പിന്നെ നല്ല ഇഷ്ടമാണ്. അവസാനം എടുക്കാതെ എന്തോ തേങ്ങ String rice. ഫ്രൈ ചെയ്യാൻ പോകട്ടെ. ഫ്രൈഡ് റൈസ് നമ്മൾ പുറത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തണുത്തു. നല്ല തണുപ്പുണ്ട്. ഇത് ചൂടായിട്ട് അപ്പോൾ വേഗം കഴിക്കാൻ നല്ല. പെട്ടെന്ന് കഴിച്ചാൽ ചൂടോടെ കഴിക്കാം. ട്രൈ ചെയ്യാം. ഓഫാക്കില്ല കഴിക്കാം. സ്പോട്ടിൽ റിവ്യൂ അല്ല അല്ലേ? എരിവൊന്നുമില്ലല്ലോ, സ്പൈസി അല്ലല്ലോ. അപ്പോൾ അതും നല്ല കേട്ടോ. ഷ്രിംസിൻ്റെ ഫ്രൈഡ് റൈസ് കൊള്ളാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ട് നീ ഓർക്കുന്നുണ്ടോ ഒരു തവണ നമ്മൾ റൈഡേഴ്സ് ബ്ലൂവിൻ്റെ റെഡിൽ പോയില്ലേ? അന്ന് ഒരു തവണ പോയിട്ട് നമ്മൾ ഷ്രിംസിൻ്റെ ഇതുപോലെ മീൻസ് ഈ സ്പൈസസ് ഒന്നും ചേർക്കാണ്ട് ഒന്ന് ഷെയർ അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ? അത് ഇതിൻ്റെ തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും ഓർഡർ ചെയ്താൽ. ഒരു ടേസ്റ്റ് ഇറ്റ്സ് ഗുഡ്, ഒരു നൈസ്. സ്പൈസി അല്ല, എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള. ഇത് സ്പൈസി വേണം, സ്പൈസി ആക്കട്ടെ. നമ്മൾ സ്പൈസി പറയാത്തതുകൊണ്ടാണ്. ഞാൻ നമ്മൾ ചിക്കനും വന്നു കേട്ടോ. ചിക്കൻ്റെ ഇത്ര ഐറ്റംസ് ഉണ്ടെന്ന് നമുക്കറിയില്ലേ. അതൊന്നാമത്തെ കാര്യം. ഐസ് സൈസ് ഓർത്തോ കുറച്ച്. അങ്ങനെ ഫുഡ് ഫുള്ള് ഗാലിയായിട്ടോ. ഫുള്ള് കഴിച്ചു. അപ്പം നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകണം. സമയം ഏകദേശം ഇപ്പോൾ 1 മണിയായി. ഇനി ഇവിടെ നമ്മളെ ഓടിക്കും. മറ്റേ സിനിമയിൽ മായാവിലും മറ്റേ സുരാജ് വേറെ പോലുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ തന്നെ 1 മണിയായിട്ടോ. ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിപ്പം പോയി ഫുഡൊക്കെ കഴിച്ചു. രാത്രി 1 മണിയൊക്കെ ആയി. അപ്പോൾ ഇതെല്ലാം ക്ലോസ് ആയിട്ടോ. സ്റ്റാർബക്സ് ക്ലോസ് ചെയ്തു. മഗ്ഡി പിന്നെ ഫുൾ ടൈം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇവരും ക്ലോസ് ചെയ്തിട്ടോ. ടോമിനും 1 മണി വരെ കണ്ടേ ഉള്ളൂ. ഇവർക്ക് ഹോം ഡെലിവറിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ല, ഫ്രീ ഹോം ഡെലിവറിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിനി റൂമിലേക്ക് പോവാട്ടോ. ഈ വഴി ഇനി റൂമിലേക്കാന്ന് തോന്നുന്നു. അതെ, നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. മീൻസ് ഇത്രയും പ്ലാനൊന്നും ചെയ്തല്ല. ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലും പോയി ഡ്രസ്സൊക്കെ എടുക്കുന്ന വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ഡ്രസ്സ് എടുത്തില്ല. എല്ലായിടത്തും പോയി നോക്കി. 1-2 ഒക്കെ ഏകദേശം ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഷാരോൺ അടുത്ത ദിവസം നോക്കിയിട്ട് നമുക്ക് അത് മിക്കവാറും നാളെ പോയി എടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.